എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ കടുക് വറുത്ത ചമ്മന്തിപ്പൊടിയാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ ചോറിന് മാത്രമല്ല കേട്ടോ കഴിക്കാൻ പറ്റുക. ഇഡ്ലി, ദോശ, അപ്പം അങ്ങനെ എന്തിന്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ദിവസം ചമ്മന്തിപ്പൊടി സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതുവരെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചമ്മന്തിപ്പൊടിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് കടുക് വറുത്ത തേങ്ങ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരുമ്മി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ നാളികേരം ഞാനിവിടെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടെ ചേർത്തിട്ടുണ്ട്. ആദ്യമേ കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, ഒരു 20 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, ഒരു 12 വറ്റൽമുളക്, പുളിപ്പിനായിട്ട് അത് 5 ഇലിമ്പുളി എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇലിമ്പുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് മാങ്ങ എടുക്കാം. അതുപോലെ മാങ്ങയും ഇലിമ്പുളിയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിപുളി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചേരുവകൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചമ്മന്തിക്കൊക്കെ അരക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കാം. ഇനി വറവിടാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകിപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം, കറിവേപ്പില ചേർക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം പൊടിച്ചു വെച്ചിട്ടുള്ള ചമ്മന്തി കൂടെ ചേർക്കാം. നമുക്കിത് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ചമ്മന്തിയുടെ ഒരു വെള്ളമയൊക്കെ ഒന്ന് മുഴുവനും തന്നെ വറ്റിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ ചോറിനും അതുപോലെ നമ്മൾ തയ്യാറാക്കുന്ന ഇഡ്ഡലിക്കും ദോശക്കും അപ്പത്തിന് വരെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. ഈ ഒരു ചമ്മന്തി ഇപ്പോൾ കണ്ടോ എല്ലാം കൂടെ ഒറ്റിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് വെറുവെറുന്നതിനായിട്ട് വരും. അതുവരെയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇതുപോലെ ഉണക്കച്ചെമ്മീൻ വറുത്ത് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് ഇതുപോലെ വറുത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മക്കളെ വിദേശത്തൊക്കെ ഉള്ള കുട്ടികൾക്ക് കൊടുത്തു വിടാനും വളരെ തന്നെ ഉപകാരമായിരിക്കും. അതുപോലെ ഈ ഒരു ചമ്മന്തി മാത്രം മതിയായിട്ട് നമുക്കൊരു പ്ലേറ്റ് നിറയെ തന്നെ ചോറുണ്ണാനായിട്ടും. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഒന്ന് വിട്ട് വരുന്ന പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇത്രയൊന്നും പോരാ, കുറച്ചുകൂടെ ചമ്മന്തി വറുത്തെടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഞാനെടുത്ത അളവുകൾ കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്തു വെക്കണമെങ്കിലും ചെയ്തു വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ആ ഒരു എണ്ണയുടെ അളവൊന്ന് കുറച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. കാരണം കൂടുതൽ ദിവസം ഇരിക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ആ ഒരു കറുപ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കാനാണെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ എണ്ണ എടുക്കാവുന്നതാണ്. കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് ചെയ്തെടുക്കേണ്ടത് ഉണ്ടെങ്കിൽ കടുക് വറുക്കുന്ന എണ്ണ മാത്രം ഇതിലേക്ക് ചേർത്താൽ മതിയാകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാലോ ഇതെല്ലാം വിട്ട് വെറുതെ ആയി വന്നിട്ടുണ്ട്. നാളികേരം നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഈ ഒരു സ്വരം ഒന്ന് കുറയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ ചമ്മന്തി നല്ലതുപോലെ തന്നെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ചൂടാറി വരുമ്പോൾ നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയിലോട്ട് കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി വെക്കണം. വളരെ ഉപകാരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു കടുക് വറുത്ത ചമ്മന്തി. ചോറിനും അപ്പത്തിനും ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തിന്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരിക്കലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്കും തന്നെ ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു ചമ്മന്തി പൊടിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.